യുഎയിൽ കനത്ത മഴയും ശക്തമായ കാറ്റും തുടരുന്നു. വൻ നാശനഷ്ടം റിപ്പോർട്ട് ചെയ്തു. പ്രതികൂല കാലാവസ്ഥ വെള്ളിയാഴ്ച വരെ തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. പലയിടങ്ങളിൽ കുടുങ്ങിയവരെ രക്ഷിക്കുന്ന ദൗത്യങ്ങളും തുടരുന്നു. കനത്ത മഴയെ തുടർന്ന് യുഎയിൽ ജനജീവിതം സ്തംഭിച്ചു. പലയിടങ്ങളിലും താഴ്ന്ന പ്രദേശങ്ങളിൽ രൂപപ്പെട്ട വെള്ളക്കെട്ട് ഇപ്പോഴും തുടരുകയാണ്. സാരായാത്ത് സീസൺ ആരംഭിച്ചതോടുകൂടിയാണ് രാജ്യത്തുടനീളം ശക്തമായ മഴയും ഇടിമിന്നലും തുടരുന്നത്. വരും ദിവസങ്ങളിലും ഈ കാലാവസ്ഥ തുടരുമെന്ന് തന്നെയാണ് പ്രവചനങ്ങൾ. പ്രത്യേകിച്ച് മാർച്ച് 27 മാത്രമായിരിക്കും സ്ഥിതിഗതികൾ ശാന്തമാകൂ എന്നും ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നു. മാർച്ച് പകുതി മുതൽ മെയ് ആദ്യവാരം വരെ നീണ്ടുനിൽക്കുന്ന കാലാവസ്ഥാ മാറ്റത്തിന്റെ ഘട്ടമാണ് ഈ പറയുന്ന സാരായാത്ത്. പെട്ടെന്നുണ്ടാകുന്ന ഇടിമിന്നൽ, ശക്തമായ കാറ്റ്, ആലിപ്പഴ വർഷം എന്നിവയാണ് ഇതിന്റെ പ്രത്യേകത. യുഎയിൽ വരും ദിവസങ്ങളിലും ശക്തമായ മഴയും ഇടിമിന്നലും ആലിപ്പഴ വീഴ്ചയും പ്രതീക്ഷിക്കാമെന്ന് തന്നെയാണ് മുന്നറിയിപ്പിലുള്ളത്. യുഎയുടെയും പരിസര പ്രദേശങ്ങളുടെയും ചില ഭാഗങ്ങളിൽ കനത്ത മഴ അനുഭവപ്പെടുകയാണ്. കൂടാതെ ന്യൂനമർദ്ദം കൂടുതൽ ശക്തമാവുകയാണ്. അതിനാൽ തന്നെ ഇന്നും കാലാവസ്ഥ മോശം അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. അബുദാബിയിൽ ഇടിമിന്നലോടുകൂടിയ മഴയുമുണ്ടാകും. അബുദാബിയിലും തലസ്ഥാന നഗരിയിലെല്ലാം വലിയ തരത്തിലുള്ള ഇടിമിന്നലും ശക്തമായ കാറ്റും അനുഭവപ്പെടുന്നുണ്ട്. ദൂരക്കാഴ്ച കുറഞ്ഞതിനെ തുടർന്ന് ഷെയ്ഖ് സായിദ് റോഡ് ഉൾപ്പെടെയുള്ള പ്രധാന പാതകളിൽ വാഹനങ്ങളുടെ വേഗത കുറയ്ക്കാൻ പോലീസ് നിർദ്ദേശം നൽകിക്കഴിഞ്ഞു. കൂടാതെ വാഹനമോടിക്കുന്നവർ അതീവ ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ നിർദ്ദേശം നൽകി. വിവിധ പ്രദേശങ്ങളിലെല്ലാം വെള്ളക്കെട്ടും രൂക്ഷമാണ്. ഫുജൈറയിലും റാസൽ ഖൈമയിലും മലനിരകളിൽ നിന്ന് വെള്ളം കുതിച്ചെത്തിയതോടെ തടാകങ്ങളെല്ലാം നിറഞ്ഞൊഴുകുകയാണ്. തടാകങ്ങൾ മുറിച്ചുകടക്കാൻ ശ്രമിക്കരുതെന്നും മലയോര മേഖലകളിലേക്കുള്ള യാത്രകൾ ഒഴിവാക്കണമെന്നും അധികൃതർ നിർദ്ദേശം നൽകുന്നുണ്ട്. കനത്ത കാറ്റിൽ ചിലയിടങ്ങളിൽ മരങ്ങൾ കടപുഴകി വീണതായും റിപ്പോർട്ടുകളുണ്ട്. മാത്രമല്ല, തീരദേശ മേഖലയും പ്രക്ഷുബ്ധമാണ്. കടൽ കൂടുതൽ പ്രക്ഷുബ്ധമാകാൻ സാധ്യതയുള്ളതുകൊണ്ട് എല്ലാ എമിറേറ്റുകളിലെയും ബീച്ചുകൾ താൽക്കാലികമായി അടച്ച അവസ്ഥയാണ്. കടലിൽ ഇറങ്ങുന്നതും മീൻപിടുത്തത്തിനും കർശന നിരോധനവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.